പ്രിയപ്പെട്ടവരെ നമസ്കാരം. സമയക്കാലത്ത് 6:08. അപ്പോൾ അവിടെ സരിതയെ ഒരു കൂട്ടാൻ വയ്ക്കാൻ പോകാനുള്ള പരിപാടിയിലാണ്. 2-3 ദിവസം മുമ്പ് നമ്മൾ നാളികേരം വെട്ടിയിട്ടുണ്ടായിരുന്നു. ആ കൊപ്ര കാലത്ത് തന്നെ ഞാൻ ഉണക്കാനിട്ടു. നമുക്ക് കൊപ്ര ഇപ്പോൾ ഉണക്കാനായിട്ട് മുകളിൽ സൗകര്യമില്ല. നമ്മൾ മുകളിലാണല്ലോ കൊപ്ര ഉണക്കി കിടന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പുല്ലുണ്ട്, പുല്ലിൻ്റെ അവിടെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അവിടെയാണ് കൊപ്ര അപ്പോൾ ഞാൻ ഇന്നലെ വെട്ടി ഉണക്കാനിട്ടു. ഇതിപ്പോൾ ഒരു 400ഓളം നാളികേരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ പുതിയ സാധനം സരിതവിടെ കുറേ എന്താ ടൈസൻ എന്തിനാ വിളിച്ചിക്കണേ? ജഗ്ഗോട് വിളിച്ചതേ ഓടുന്നു ഷർട്ട് ഇടാത്ത കാരണം. ജഗ്ഗന്റെ അടുത്ത് എന്നിട്ട് വർത്താനം പറയാൻ വന്നതാ, എന്നിട്ടോ SPCയുടെ കാര്യം. ചേട്ടൻ വരുന്ന കണ്ടപ്പോ അവനവിടെ ഓടി. സരിത നഗരത്തിരിക്കും. നമ്മുടെ കോവയ്ക്ക വിളവെടുത്താണ് കേട്ടോ. കണ്ടമാനം കോവക്കായി. അത് സരിത ഒരു വേറെ ടൈപ്പുള്ള ഒരു വെപ്പാണ് വെക്കാൻ പോണത്. എടാ ഇങ്ങനെ കുനു അരിഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം ഇത് വീഡിയോ എടുക്കണ്ടല്ലോ, നമുക്ക് വെച്ച് നോക്കട്ടെ. വീഡിയോ ഒക്കെ നമുക്ക് ആ മെത്തേഡിൽ വെച്ചോ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം അല്ലേ. അപ്പൊ ഇത് ആദ്യം ഇങ്ങനെ കോവക്കായി നോക്കിയ ഇങ്ങനെ കുനുകുനെ അരിയന നടു ഇങ്ങനെ കീറി നടു കീറുന്നില്ല, അല്ലാണ്ട് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞാലും മതി. ഞാൻ ഇത്തിരി കൂടി ചെറുതാക്കാൻ വേണ്ടിട്ട് നടുന്ന് കീറിന്ന് മാത്രം. ചില കോവക്കായ ഇങ്ങനെ ഉള്ളു പഴുത്തുണ്ട്, അത് ഉള്ളു എടുക്കണില്ല. അല്ലാണ്ട് ഇഷ്ടം പോലെയാ. അല്ലാണ്ട് തന്നെ ഉണ്ട്, അതുകൊണ്ടാ എടുക്കാത്ത. ഇനിയും പൊട്ടിക്കാൻ ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇതിപ്പോ ഇന്നലെ ഇനി ഞാൻ നേരിട്ട് പൊട്ടിച്ചത് മുഴുവൻ. നമ്മുടെ ഏറ്റവും രസമായിട്ടുള്ളൊരു സ്ഥലമായി മാറിയിട്ടത്. ഞങ്ങള് കാലത്ത് ചായയും കുടിച്ചത്, കട്ടൻ ചായയും കുടിച്ചിട്ട് ഞാനവിടെ ഇരിക്കുക. നമ്മുടെ ലോങ്ങൻ കണ്ടോ നോക്കിയാ, പെട്ടെന്ന് വെച്ചോളൂ. കൂമ്പിട് തുടങ്ങി കണ്ട ലോങ്ങൻ വിട്ടുപിടുത്തന്നെ കൂമ്പെടുക്കണത്. പിന്നെ പുല്ലുകളൊക്കെ അതേ പച്ചപ്പരിക്ക് കിടന്നു തുടങ്ങി. അവിടെ പീസ് ഇട്ടിട്ടുള്ളത് വെള്ളം കുത്തി വീഴുന്ന സ്ഥലമായതുകൊണ്ടാ. ഇവിടെ പീസ് ഇട്ട് ടാങ്ക് നിറഞ്ഞിട്ട് അവിടെ മാത്രമേ പീസ് ഇട്ടു. അത് ടാങ്കിൽ നിന്നുള്ള വെള്ളം അവിടേക്ക് കുത്തി വീഴുന്നു. അപ്പോ അവിടെ പുല്ല് പിടിക്കില്ല. ഈ കല്ലിമിരുന്ന് അരിയുമ്പോ എന്നിട്ട് ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നമ്മള് ഡ്രസ്സ് ഇട്ടിട്ടിരിക്കണം. കാലത്ത് നല്ല തണവായിരിക്കും. ഡ്രസ്സ് രണ്ട് വന്നിരിക്കും. നല്ല ഇത് പിടിച്ചേക്കൂ. ഞാൻ പറഞ്ഞു തന്നിട്ടാന്നറിയൂ. ഞാനേ നോക്കിയ ഞാനിവിടെ ആദ്യം വന്നിരിക്കുന്ന സാരിയോട് പറഞ്ഞു, ഇവിടെ നമുക്ക് വന്നിരിക്കാറിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ബനിയിട്ടിരുന്ന് നടന്നു കേട്ടാ. ബനിയിട്ടിരുന്നു. അപ്പൊ നമുക്ക് ഐസ് പോലെ കൈയിന്റെ ഇവിടെയൊക്കെ തൊട്ടപ്പോഴേ ഭയങ്കര ഐസ്. രാത്രി മഞ്ഞൊക്കെ ഉണ്ടേ. അപ്പോ കരിങ്കല്ലായതുകൊണ്ട് ഭയങ്കര തണുപ്പ്. അതേസമയം നമ്മുടെ ഫ്രണ്ടിലത്തെ ഇരിക്കാനുള്ള സാധനല്ലേ ബെഞ്ച്, അത് സിമെന്റ് ആയതുകൊണ്ട് അതിന് തണുപ്പുണ്ട്. പക്ഷെ ഇരുന്നപ്പൻ അത് നമ്മുടെ ചൂടുകൊണ്ട് ചൂടാവും. പക്ഷെ ഇത് അങ്ങനെ ആവണില്ല. ഇത് ഭയങ്കര തണുപ്പാ. രസാട്ടാ. ചെറിയൊരു കാറ്റും ഉണ്ടേ, നല്ല തണുത്തൊരു കാറ്റും. ഞാൻ സാധാരണ നമ്മുടെ ബാക്കിൽ തറയില്ലേ, അവിടത്തെ തിണ്ണാമിരുന്നിട്ടാണ് ഇങ്ങനത്തെ പണികൾക്ക് രാവിലെ ചെയ്യാറ്. ചേട്ടൻ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് അരിയും. അല്ലാന്ന് കുടില് പോയിരുന്നിട്ട് ചേട്ടൻ അവിടെ പണിയെടുക്കണമെങ്കിൽ അവിടെ വന്നിരുന്നിട്ട് അരിയെല്ലൊക്കെ ചെയ്യും. അപ്പം ഇപ്പം ഞാൻ അവിടെ അരിയിരുന്നതാ. അപ്പം ചേട്ടൻ പറഞ്ഞു ഇങ്ങോട്ട് വരാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത വൈകുന്നേരല്ലേ, രാത്രി ഒരു 9 മണി 10 മണി ആകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ആകാശത്തിൽ നോക്കി കിടക്കാം. നോക്കി ആകാശം, ഇവിടെ ആകാശം ഉണ്ട്. ഇവിടെ മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടേ. ഒന്ന് കാണിച്ചു കൊടുത്ത ജഗ്ഗു ആകാശം. രാത്രി നമ്മുടെ ജയന്തി ചേച്ചി ഉണ്ടല്ലോ, ജയന്തി ചേച്ചീനെ അറിയില്ല എല്ലാവർക്കും. ജയന്തി ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് രാത്രി ആകാശത്ത് നിറച്ച് നക്ഷത്രങ്ങളുള്ള ദിവസങ്ങളിൽ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കിടക്കാന്നുള്ളത് ഭയങ്കര, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഇഷ്ടമാണ്. അപ്പൊ ജയന്തി ചേച്ചി പറയാം, ഇടയ്ക്ക് അവര് ഫ്ലാറ്റിലാണ് താമസിക്കണത്, അവർക്കൊന്നും നടക്കണ കാര്യമില്ലത്. ഇപ്പം നമ്മുടെ വടക്കുന്നാഥന്റെ അവിടേക്ക് ഒക്കെ അപ്പൊ അവിടെ വന്നിരിക്കാറുണ്ട് ഇത്ര അവരൊക്കെ, പിള്ളേരും ഗിരീഷ് ചേട്ടനൊക്കെ. അപ്പൊ വന്നിട്ട് അവിടെ ഇങ്ങനെ കെടുക്കുന്നു. അപ്പൊ ഇനി ജയന്തി ചേച്ചിയോട് പറയണം ഇങ്ങോട്ട് പോന്നോളാം രാത്രി.
പാർക്കിൽ കിടക്കണേനേക്കാൾ രസമല്ലേ ഇവിടെ? പാർക്കിലൊക്കെ ടൗണിന്റെ നടുവിൽ തന്നെയല്ലേ, നല്ല ശുദ്ധവായു. അല്ല, ചില ദിവസങ്ങളിലൊക്കെ അവരെല്ലാവരും ഇങ്ങോട്ട് വന്നാലേ വർത്താനം പറഞ്ഞത് 9 മണി 10 മണിയാവും പോകുമ്പോ, അപ്പൊ ഇവിടെ കിടന്നൂടെ? നല്ല കാറ്റ്, നല്ല സ്ഥലമായി മാറിയില്ല. ഇനി ഇത് എന്ത് ചെയ്യാൻ പോണത്? മതിയാ മാറിയില്ല. ആ എന്തിട്ടാന്ന്? അതെ, ജഗ്ഗുന്റെ സൗണ്ട് കേട്ടാ. ഇന്നലെ പനിയായിട്ട് ഞാൻ എണീറ്റിട്ടില്ല. ഞാനിങ്ങനെ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന്. അപ്പൊ ഞാൻ കിടക്കന്നെയാ കേട്ടാ, ഞാൻ ഇട്ടിട്ടില്ല. അപ്പൊ ഇവൻ എണീറ്റിട്ടാണെങ്കിൽ ഇവൻ മറ്റേ റൂമിലാണ് ഇപ്പൊ കിടക്കണേ. ഇവനിപ്പോ ഞങ്ങളുടെ കൂടെ അല്ല കേട്ടാ, വേറെ റൂമിലായി. അപ്പൊ ഇവൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഓരോ വർത്താനം പറയാ. അപ്പൊ ചേട്ടൻ അങ്ങനെ പതുങ്ങി പതുങ്ങി വന്നിട്ട് നോക്കണു ആരാ അല്ലേ ചേട്ടാ? ആ, ആരാണ് ഈ കിടക്കണ മുറിന്നാണ് സരിദ്യമായിട്ട് ഒരു പുരുഷന്റെ സംഭാഷണം കേൾക്കുന്നത്. അപ്പൊ ഇത് ആരായിരിക്കും കിടപ്പ് മുറിയിൽ വന്നിട്ട് സംസാരിക്കുന്നത്? ഞാനാണ് ഇപ്പുറത്ത് പണിയെടുക്കണത്. അപ്പൊ ഞാൻ ശബ്ദം കേട്ടിട്ട് പതുങ്ങി പതുങ്ങി ചെന്നു. ആരാണ്? ജാരൻ വന്നിട്ടുണ്ടോ സരിതയുടെ അടുത്തേക്ക്? നോക്കിയപ്പോ ചേക്കും സരിതി വർത്താനം പറഞ്ഞിരിക്കണേ. അതേ ചേക്കുന്റെ ശബ്ദം മാറി. കാലത്ത് എണീക്കുമ്പോ പ്രത്യേകിച്ചൊരു കട്ടി കൂടുതലായിരിക്കുമല്ലോ. ഇപ്പൊ അവൻ എണീറ്റ് വന്നപ്പോ ഇങ്ങനത്തെ സൗണ്ട് ആയിട്ട് എനിക്കത് ഓർമ്മ വന്നപ്പോ ഞാൻ പറയാ, നിന്റെ കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാ? ആ പറയ്. അതെന്തുട്ടെന്നറിയോ? പാസിംഗ് ഔട്ട് പരേഡല്ലേ? 13 വയസ്സായപ്പോഴും ചേക്കുന്റെ ശബ്ദം മാറി. 13 വയസ്സ് കറക്റ്റാ. ആ ഒരു ടൈമിൽ തന്നെയല്ലേ 13-14 വയസ്സ്. പക്ഷെ ഗുന ക്ലാസ്സിൽ കുറെ കുട്ടികളുണ്ടല്ലോ എപ്പോഴും ചെറിയ സൗണ്ട് ഒന്നും മാറാത്ത, ആ മീനൊക്കെ പിടിക്കാൻ വന്ന കുട്ടികള്. ഒരു സാധനം തിന്നാൻ കിട്ടാത്ത സമയപ്പോ അപ്പോഴാണ് ചേട്ടൻ ഇവർക്ക് വിരുന്നൊരുക്കിയേക്കണേ. പേരക്കായി ഇല്ല, മാമ്പഴം അതൊന്നും ആയിട്ടില്ലല്ലോ. ഒന്നുമില്ല ഇപ്പൊ ചേട്ടാ. ഒരു സാധനം ഇല്ല കുട്ടികൾക്ക് ഇപ്പൊ തിന്നാൻ. മാങ്ങ എവിടെന്ന്? മാങ്ങ പഴുത്തിട്ടില്ലല്ലോ, പച്ചയല്ലേ. നല്ല തീറ്റി തുടങ്ങി കണ്ടാ. ഓടി അവരോടി. ഞാൻ വരണ്ട പോടി. ആ പിന്നെ ഓടില്ലേ ചേട്ടാ. ഇപ്പുറത്തെ സൈഡ് വല പൊന്തിട്ടുണ്ട് തോന്നു. വല ഇവിടെ നിന്ന് അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ തന്നെ വെച്ചിട്ട് പാചകം ചെയ്താൽ മതി. എന്താ സുഖം നോക്കിയേ. ഇപ്പം ഇവിടെ നല്ല നല്ല ഒരു എന്താ പറയുക, വെയിലൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. കിഴക്കുന്ന സൂര്യൻ ദേ ഇങ്ങനെ പൊന്തണുള്ളൂ കാലത്തന്നെ ആയതുകൊണ്ടേ. അപ്പോൾ ഇവിടെ കൊണ്ടുവച്ചു. പിന്നെ ഇതിലേക്ക് വലിയ അങ്ങനെ ഭയങ്കര സാധനങ്ങളൊന്നും ആവശ്യമില്ല. കോവയ്ക്ക, പിന്നെ ഒരു സബോള കുനുകുരുന്നിന് അരിഞ്ഞത്, വെളുത്തുള്ളിയാണ് ഇത്തിരി അധികം വേണ്ടത്. പക്ഷെ ഇത് അധികം വെളുത്തുള്ളി ഇല്ല. കാരണം ഈ ഒരു കറിയിൽ വെളിച്ചെണ്ണയുടെയും വെളുത്തുള്ളിയുടെയാണ് ടേസ്റ്റ്, ഒരു ഫ്ലേവറാണ് മുന്നേക്ക് നിൽക്കേണ്ടത്. പിന്നെ നാളികേരം ചെരുകിയത് കുറച്ച് വേണം. പിന്നെ കുരുമുളക് പൊടി ഒക്കെ വേണമെങ്കിൽ, എരിവ് വേണമെങ്കിൽ ഇട്ടാൽ മതി. കുരുമുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത്ര. എനിക്കാണ് പറയണത്. വേപ്പിലൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ അവിടെ ചെയ്യട്ടെ. അടിപൊളി എന്തിനാ അങ്ങനെ എടുത്തപ്പോ? അല്ല, ഇത് മോളിൽ നിന്ന് കഴിഞ്ഞിട്ട് ആറാടകള് ബാബാലുകൾ വന്ന് തിന്നും. അപ്പൊ ഇത് അവർക്ക് അവിടെ അവര് തിന്നോളും. അണ്ണാറക്കണ്ണന്മാരെ അവർക്ക് പഴാണെങ്കിൽ പിന്നെ ഇഷ്ടമായി. കൊപ്രയേക്കാൾ ഇഷ്ടം പഴ. വെയിലായി കഴിഞ്ഞ പിന്നെ അവർ തിന്നാൻ പറ്റില്ല. പഴം തിന്നാൻ ചിലപ്പോ ഒരു ത്രില്ല് ഉണ്ടാവില്ല. ഇപ്പൊ കൊപ്ര തിന്നാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചേട്ടൻ വെച്ച് കൊടുക്കണേ. ആ തൊലി ഒരു മാറ്റിട്ട് തിന്നാ. 2 പഴം വെച്ചിട്ടുണ്ട്. മതിലും വെച്ചവര് കാണില്ല ചേട്ടാ. കൊപ്രയുടെ അടുത്ത് തന്നെ വെച്ചു കൊടുത്തു നോക്ക്. ആ മതിലുമേ കൂടെ അല്ലേ. ഗ്യാസ് അത് ഓപ്പൺ ആക്കുമ്പോ ഭയങ്കര സ്മെല്ല് വരുന്നു ചേട്ടാ. ഇവിടെ എന്തൊരു വലിയ പൊത്താ. മൂടിയില്ലേ? ഫിറ്റ് ചെയ്തിട്ടില്ലേ? സൗണ്ട് കേൾക്കണണ്ടാ? ഇതിന്റെ ഇത് മുറുക്കണ്ട. അത് പുതിയതല്ലേ? എന്റെ
എനിക്ക് മണമൊന്നും അറിയണ്ടായിരുന്നില്ല ചേട്ടാ. പക്ഷെ അതിപ്പോ ഇതിന്റെ മണം വരെ എനിക്ക് വന്നു. ഇത് ടൈറ്റ് ആക്കണ്ട, ഇത് ടൈറ്റ് ആക്കൂ. അത് സ്പാനർ വേണം ശരിക്കും. കുഴപ്പമില്ല നോട്ടെ. നമ്മൾ അഡ്ജസ്റ്റബിൾ സ്പാനർ അവിടെ പോയാവോ അല്ലേ? ആ ഓക്കെ. ആ ഇത് നല്ല സുഖ ചേട്ടാ. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇരുന്നിട്ടേ ചെയ്യാം. അടുക്കളയൊക്കെ സുഖം അല്ലേ? പിന്നെ എന്തൊരു വെയിലായി തുടങ്ങിട്ടാ. വെയില് ചൂടില്ല, വെയില് നല്ല എന്താ പറയാ, നല്ല ഇളം വെയില് കൊള്ളണം. നല്ല വൈറ്റമിൻ ഡി കിട്ടുമല്ലോ. ഒറ്റയടിക്ക് എന്തെല്ലാം ഗുണങ്ങൾ കിട്ടിയല്ലേ? വൈറ്റമിൻ ഡി, ഈ സാധനം സത്യം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്ട് ഒരു സത്യം ഞാൻ തുറന്നു പറയാണ് നിങ്ങളോട്. ഇത് വാങ്ങിക്കണതിനോടോ ഇത് വെക്കണതിനോടോ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം സജീവൻ്റെ അവിടെ മാംഗോസ്റ്റിൻ്റെ കടക്കല എടുക്കണം, നല്ല തണല. അല്ലജേൻ്റെ അവിടെ കൊടപ്പുളിയുടെ കടക്കല, നല്ല തണല. നമ്മുടെ അവിടെ ഈ മുത്തമേലത്ത് ഇതിട്ടിട്ട് എന്തിട്ട കാര്യം ചേട്ടാ, എന്തിനു വെറുതെ ഇങ്ങനെ കാശ് കളയണേന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചതാണ്. പക്ഷെ ചേട്ടന് ഇതിട്ടേ പറ്റും. എന്നിട്ട് ഇവിടെ അവിടെ ഒരു മരം വെച്ചു. പിന്നെ ഈ ഫുലോസാനും അതും വലുതാവുമ്പോൾ തണൽ വരുന്നാണ് പറയണേ. അത് വരണേ കൊല്ലം എത്ര കഴിയും? ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഉങ്ങ് മരം വെക്കാം, ഉങ്ങ് വെക്കാം. ചേട്ടൻ എന്നെ ചീത്ത പറഞ്ഞ് ഉങ്ങേ ഇനി അങ്ങനത്തെ മരങ്ങളൊന്നും വെക്കില്ല, ഇനി ഫ്രൂട്ട്സ് മാത്രമേ വെക്കുള്ളൂ എന്ന് പറഞ്ഞു. മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമുക്ക്. ഇവനാണ് വലുതായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് രസാണ് കേട്ടാ. അടിപൊളി പാചകം. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തീ നന്നായി ഒഴിക്കണം പറഞ്ഞല്ലേ? ആ വെളിച്ചെണ്ണ ഇനി പിന്നെ ഒഴിച്ചു കൊടുത്താലും മതി. സബോള എത്രയ്ക്ക് വേണാവോ? ഞാൻ അരിഞ്ഞപ്പോ ഒരു സബോള മുഴുവൻ എടുത്തു. അല്ലെങ്കിൽ കുഞ്ഞ് മറ്റേ ചുമന്നുള്ളിയിലും മതി കേട്ടാ. അരി എന്തുണ്ടാവും കുടിയില്? ആ ഇത് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പോയിട്ട് ഊറ്റാം. അണ്ണാക്കണ്ണന്മാര് വന്നാ ഇനി ന്യൂ കേരളയിൽ പോകുമ്പോഴേ നമുക്ക് ട്രൈപ്ലൈരെ ഇങ്ങനത്തെ പാത്രം വാങ്ങിക്കണം കേട്ടോ. പറഞ്ഞ ഇങ്ങനത്തെ മാറ്റാറായില്ല, നോൺ സ്റ്റിക്കിന്റെ പാത്രം. നോൺ സ്റ്റിക്ക് അധികം ഉപയോഗിക്കണ്ടപ്പോ. ഇതിന് പറയാ ഫ്രൈ പാൻ, ഫ്രൈ പാൻ, സോസ് പാൻ അല്ല, കടായി. ആ പഴത്തുമേ കൂടെ ഓടിപ്പോയി. അതിലേ പഴം നോക്കാത്തത് എന്തുകൊണ്ടാണ്? കൊല്ലടക്കം അവിടെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോ അത് പഴത്തൊലി ഇപ്പൊ പഴത്തൊലിയായിപ്പെടാല്ലേ, പഴത്തിന്റെ തൊലി കളഞ്ഞപ്പോ അവര് വിചാരിച്ചു ചതിന്റെ ഇതിലെന്തോ ചതിന്റെ. തൊലി കളഞ്ഞപ്പോ ഞങ്ങൾക്ക് തിന്നാൻ കൊണ്ടുവന്ന് തരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മനുഷ്യന്മാര് എന്തോ ഉള്ളിൽ വിചാരിച്ചിട്ടുണ്ട്. കൂട്ടരെ ചതി ഉണ്ട് ഇതിലെന്ന് പറഞ്ഞിട്ട് അതിന് മോളിയോടെ നടന്നു പോയേ. ആ അത് ചെറുതായിട്ടൊന്ന് വാടുമ്പോ ഈ വെളുത്തുള്ളി ചതച്ചത് ഇടാണ് കേട്ടാ. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടാ. ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഇന്നും കൂടി റെസ്റ്റ് എടുത്തിട്ട് നാളെ തൊട്ട് വീഡിയോ എടുത്ത് തുടങ്ങാന്ന് വിചാരിച്ചു. നിധി വന്നിട്ടില്ല, ഞങ്ങള് അങ്ങോട്ട് പരസ്പരം എടുക്ക അല്ല സരിത? പിന്നെണ്ടാ ആമ്പടക്കേമന്മാരെ നോക്കിയേ, കൊപ്രത്തിന് തന്നെ വരുന്നുള്ളവര്. അതെ പടത്തിന്റെ അടുത്ത് വന്നു സരിത, നിനക്ക് കാര്യമില്ലേ? ചേട്ടാ കൊല അവിടെ കൊണ്ടച്ചു കൊടുത്തു നോക്കി. അതിന്റെ അടുത്ത് കൊലയാ? കൊല മൂളി കൊണ്ടച്ചോ ചേട്ടൻ? കൊലപടിണ്ട്. ഞാൻ നാളികേരടാൻ പോവാട്ട് നിലക്ക്. ഒരു മിനിറ്റ്, നാളികേരടുന്നത് കാണണം. ആ ഇത് മൊരിഞ്ഞോടങ്ങി. ഇത്രക്ക് മൊരിയണ്ട, അധികം മൊരിയേണ്ട ആവശ്യമില്ല. നാളികേരട്ടും അത് ഫ്രീസറിലിരുന്ന് അവിടെ എന്താ ശരിക്കും പറഞ്ഞ പോലെ ഇട്ടിട്ട് ഇനി ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് ഇളക്കണം. അവർക്ക് പഴം വേണ്ട കടാ, കൊപ്ര തിന്നല നീ പണി. കായ കൊല അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവർ തിന്നുന്ന അങ്ങനെ തന്നെ വെച്ചുകൊടുത്ത് നോക്ക്. ഇവിടെ വെച്ച് കൊടുത്താൽ മതിയാ. ബെസ്റ്റ് പൂവമ്പഴാട്ടതേ, അടിപൊളി പൂവമ്പഴ നമ്മുടെ വീട്ടിലത്തെ. അല്ല ചേട്ടൻ്റെ അവിടേക്ക് വേണേ കൊടുക്കാം പഴം. 1.5 മിനിറ്റ് ആയി. ആ നാളികേരട്ടിട്ട് ഇങ്ങനെ. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക് ഇട്ട് കൊടുക്കാണ്. നല്ല മണട്ടാ. വെളുത്തുള്ളി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യില്ലേ നമ്മൾ ചക്ക കൂട്ടാനൊക്കെ കാച്ചിന മണം വരുന്നുണ്ട്. ഇത് ഇത്രയ്ക്ക് ആവണ്ടാട്ടാ ശരിക്കും. ഈ തീ നല്ലോണം കത്തുണ്ടാ.
കയ്യിലൊന്നും കൂടിയിട്ട് ശരിക്കും വട്ടത്തിലരിഞ്ഞാൽ മതി. ഞാനതിനെ നടു മുറിച്ചു ഒന്നും കൂടി എന്ന് മാത്രം. കൂടുതൽ നന്നായി ടേസ്റ്റ് കൂടും. സാധാരണ ഉപ്പേരി വയ്ക്കുമ്പോൾ ഞാൻ 4 മുറിച്ചിട്ടാണ് കുനുകുനുന്നതിന് അരിയാറ്. നമുക്ക് ഇതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടു. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കുറവല്ലേ? എനിക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ നിൽക്കണം. എനിക്ക് ടേസ്റ്റ് വെളിച്ചെണ്ണയൊക്കെ ഒരാഴ്ചത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഭയങ്കരമായിട്ട് ഒഴിക്കണം. വേണമെന്നില്ല, നിർബന്ധമില്ല. നിർബന്ധമില്ല, വേണമെങ്കിൽ ഇപ്പിട്ട് കൊടുക്കാം. നമ്മളുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ ഇത് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ അവൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഉണ്ടാക്കി നോക്ക്. അവൾക്ക് ഇത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട് കൊണ്ടുവരാറുള്ളതായിരുന്നു. ഫ്രണ്ടിൻ്റെ അമ്മ നല്ല പാചകക്കാരിയാണ് ഇത്ര. അപ്പം അങ്ങനെ കഴിച്ചിട്ട് അപ്പം ആ അമ്മോട് ചോദിച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. കുരുമുളക് പൊടി എരിവ് വേണമെന്നുള്ളവർക്ക്, നിർബന്ധമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതിയെന്ന്. കുരുമുളക് പൊടി ഇട്ടില്ലേലും ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേര് പറയണില്ല കേട്ടോ അവളുടെ. ഇനി പേര് പറഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വേണ്ട. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്ന് ഞാനിത് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഇന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല. എൻ്റെ ചുമയൊന്നും മാറാത്ത കാരണം കൊണ്ടേ ഇന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ചേട്ടപ്പോൾ അത് എടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ അങ്ങനെ എടുത്തതാണ്. അല്ലെങ്കിൽ ഞാൻ അവളോട് ചോദിച്ചേനെ ഇത് വീഡിയോ ഇടട്ടെ, അതിൻ്റെ പേര് പറയട്ടെ എന്നൊക്കെ ചോദിച്ചേനെ. പറയാത്ത അരിയൂറ്റ മൂടിയിടാണ്ട് ഇതിങ്ങനെ വേവിക്കാണ് ചെയ്യാൻ തോന്നുന്നു. എന്തായാലും ഞാൻ മൂടി വയ്ക്കുന്നുണ്ട്. ഇവിടെ തുറസായ സ്ഥലമായതുകൊണ്ട് മൂടി വെച്ചിട്ട് ഞാൻ ചോറ് ഊറ്റാൻ പോവാണേ. കുടിലാണ് അരി ഇട്ടേക്കണേ, അത് ഊറ്റാൻ പോവാ. ഇപ്പൊ കുറെ നാളായിട്ട് കുടിയില്ല, നമ്മള് എല്ലാ ദിവസവും ചോറ് വയ്ക്കണേ. വിറക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഈ മരങ്ങളൊക്കെ കുറെ വെട്ടിയപ്പോളേ കുറെ അല്ലൻ ചേട്ടൻ കൊണ്ടുപോയി. അല്ലൻ ചേട്ടന് കൊണ്ടുപോകണതിന് ഒരു പരിധിയില്ലേ. അപ്പൊ അല്ലൻ ചേട്ടൻ ഇപ്പൊ കൊണ്ടുപോയി നിർത്തി. അപ്പൊ കുറെ വിറക് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ അനാഥനായിട്ട് പഴുത്തത്. ജഗ്ഗു കുളിക്കാൻ പോയി. സ്കൂളിൽ വിടണല്ലോ. സരിത ചീരയൊക്കെ ഇഷ്ടം പോലെയായിട്ട് വെക്കാനുള്ളത്. കുറേ പേര് നമ്മളുടെ ഈ പൂന്തോട്ടത്തിൻ്റെ വീഡിയോയിൽ കമൻ്റ് ഇട്ടാണ് എന്തിട്ടാന്ന് വെച്ചാൽ പച്ചക്കറി, നിങ്ങളുടെ പച്ചക്കറികൾ വെക്കണ വീഡിയോ കണ്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് പച്ചക്കറി ഒന്നും ഇല്ല, പൂന്തോട്ടം മാത്രമായി. ഇത് അന്നും നമ്മൾ പച്ചക്കറി വെച്ചോടത് ഈ ഒരു കഷ്ണമാണ്. ഈ കുടിലുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു വാല്, അതിൽ മാത്രമാണ് നമ്മൾ മുന്നും പച്ചക്കറി വെക്കാറുള്ളൂ. അവിടെ ഇപ്പോഴും അത് തന്നെയുള്ളൂ. അവിടെ വെക്കണത് തന്നെ നമുക്ക് ബാക്കിയാ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ഇപ്പൊ കണ്ടില്ലേ, കോവയ്ക്ക കണ്ടില്ലേ എന്തോരാ, എല്ലാ വീട്ടിലും ഉണ്ട്. അപ്പൊ ആർക്കും വേണ്ട. എന്നാ പുറത്തേക്ക് വിൽക്കാൻ മാത്രമുള്ളത് ഇല്ലാനും. അപ്പൊ പിന്നെ അപ്പൊ എല്ലാവരുടെയും വിചാരം എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി വെക്കപ്പോ തീരെ സ്ഥലമില്ലാന്നാ. പച്ചക്കറി കോവയ്ക്കുണ്ട്, അമരക്കായ ഉണ്ട്, വെണ്ടക്കായ ഉണ്ട്, ചീര കുറെ ഉണ്ട്, പിന്നെന്തുട്ടാ വഴുതനങ്ങയുണ്ട്, പച്ചമുളകുണ്ട്. ഒരാൾ എഴുതിയിട്ടുണ്ട് അവനവന്റെ തൊടിയിൽ നിന്ന് ഒരു മുളക് വരെ എങ്കിലും പൊട്ടിക്കാൻ പറ്റി, അത് നല്ല കാര്യല്ലേ. അതുപോലും ഇല്ലാണ്ട് നിങ്ങൾ ഈ പൂന്തോട്ടം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? പച്ചമുളകും ഉണ്ട്, ഒക്കെ ഉണ്ട്, മീനുണ്ട്, കോഴിയുണ്ട്, ഇരുമ്പമ്പുളി ഇഷ്ടം പോലെ ഇരുമ്പമ്പുളി നിറച്ച് മീനുണ്ട്, കോഴിയുണ്ട്. പക്ഷെ കോഴിമുട്ടയില്ല. കോഴിമുട്ട കോഴിയിലിടുന്നതിന്റെ പിന്നാലെ കൊത്തി കുടിക്കുക. അരിഞ്ഞുണ്ടാവും. കാലത്തെ 6 മണിക്ക് അരി വയ്ക്കും. ഇപ്പോൾ ഞാൻ നടക്കണതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എണീക്കുമ്പോഴേക്കും ചേട്ടൻ ഇവിടെ തീ കത്തിക്കല് അരിയിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ 21 മണിക്ക് അരി തിളച്ചിട്ടുണ്ടാവും.
പാവം ചേട്ടൻ. ഇവിടെ സുഖം, ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ആ ചകിരിയും ചിരട്ടിയൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഇഷ്ടം പോലെ ചിരട്ടിയിട്ട് ഇപ്പോൾ കണ്ടാ ഇപ്പതേ നാളേരം പൊതിച്ചപ്പോൾ ചകിരിയും ഒക്കെ ഇഷ്ടം പോലെ. ഇനിയിപ്പോൾ ആ കൊപ്രയൊക്കെ അടർത്തി കഴിഞ്ഞാൽ ചിരട്ട വീണ്ടും കുറയും. മുന്നത്തെ എൻ്റെ തന്നെ ചിരട്ടകൾ ഇരിക്കുന്നുണ്ട്. അതിന് ആ സമയത്ത് നമ്മളങ്ങനെ എന്നൊന്നും ഈ പൂത്താങ്കിരികൾ ഇങ്ങനെ ചിലക്കണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ പൂത്താങ്കിരികൾ ഇങ്ങനെ ഏതെങ്കിലും വീട്ടിൽ ചിലച്ച് കഴിഞ്ഞാൽ അപ്പം കല്ലെടുത്ത് എറിഞ്ഞ് ഓടിപ്പിക്കും. ആ വീട്ടിലല്ലെങ്കിൽ കലഹം ഉണ്ടാവത്രേ. അങ്ങനെ ഒരു വിശ്വാസമായ വിറ്റങ്ങൾ ചിലച്ച് കഴിഞ്ഞാൽ വിശ്വാസം. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്നും വഴക്കുണ്ടാവണം അല്ലേ? വിറ്റകൾ എന്നും ഇങ്ങനെ ഇവിടെ കുറെ എണ്ണം വരും. ഇവരെന്താവും പറയണ്ടാവാ? ആളക്കിക്കോ, അവരെന്താവും പറയണ്ടാവാ? അത് നമുക്ക് മനസ്സിലാവും വെച്ചെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ? അവരെ ഭാഷ നമുക്ക് മനസ്സിലാവും ചെയ്യും. പണ്ട് ഈ ബാലരമേലത്തിലൊക്കെ കഥകളൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുക. കാരണം കിളികളുടെയും മൊയലും മാനും എല്ലാവരും സംസാരിക്കില്ലോ. ഒരു വിശേഷം പറയണ സ്ഥലത്ത് പോയപ്പോണ്ട് അവരുണ്ട് ഇങ്ങനെ പറയണു അങ്ങനെ പറയണെന്നൊക്കെ പറയട്ടാവും. ഞാൻ അതുകൊണ്ട് മിണ്ടാണ്ട് കേട്ടു നിന്നു. ഇവറ്റങ്ങളാ മിണ്ടാണ്ട് കേട്ടു നിക്ക. ഇവറ്റങ്ങൾ അവിടെ പോയിട്ട് അലമുണ്ടാക്കിണ്ടാവും കേട്ടാ. എന്താ അപ്പൊ ഞാൻ എവിടെയാണ്? നമ്മുടെ ഈ വേപ്പുമേ കേട്ടാ. അതെ വേപ്പുമ്മലാണല്ലേ. എന്നിട്ടാണാവോ അതിർത്തി തർക്കാവോ? എന്റെ കൊമ്പുമ്പോ നീ ഇരുന്നു, നിന്റെ കൊമ്പുമ്പോ ഞാനിരുന്നു. ആകപ്പാടെ കൂടി മൂന്നെണ്ണല്ലോ. മൂന്നെണ്ണത്തിനാണ് ഈ 30 പവർ കാണിക്കുന്നത്. 3 പേരല്ലോ. കാണാണ്ടാവും ചേട്ടാ. ഇല്ലയോ, കറക്റ്റ് 3 പേര്. 5-8 കാണാറുണ്ടല്ലോ എപ്പോഴും. ഇതിപ്പോ 3 പേരല്ലോ ഈ വേപ്പുമേ. അണ്ണാർക്കണ്ണന് പഴം വേണ്ട, ദേവം കൊടുക്കും. എൻ്റെ അടുത്തിരിക്കണ്ടായിരുന്നു. കൂട്ടാനും രസവും ഇല്ലെങ്കിൽ എന്തിട്ട് ചെയ്യാന്ന്. അയ്യോ കരിഞ്ഞാ സബോള. ഞാൻ ഇപ്പം കളിക്കണ്ടായിരുന്നു. സബോള അരിയാണത്. ഇതിപ്പോ കുഴഞ്ഞിട്ടാണ് ഇരിക്കണേ. മൂടിയിട്ടോണ്ടാണ് ഇങ്ങനെ കുഴയണത്. മൂടിയിടാണ്ട് തുറന്ന് ഇങ്ങനെ ഇത് പരത്തിയിടാണെങ്കിൽ ഇതിങ്ങനെ ഉലർന്ന് കിടക്കും. അപ്പം നീ തുറന്നിട്ട് ചെയ്താൽ മതി. തുറന്നിട്ടാ മതി. കുഴപ്പമൊന്നുമില്ല. നോക്കട്ടെ ടേസ്റ്റ്. നല്ല രസമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തന്നതിനേക്കാളും കുറെ വ്യത്യാസമായി. അതായത് വെളുത്തുള്ളി പറഞ്ഞ അത്രയ്ക്ക് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഞാൻ. ഒന്ന് രണ്ടാമത്തെ കാര്യം പറഞ്ഞ അത്ര വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. പിന്നെ സബോളയും വെളുത്തുള്ളിയും ഇത്രയ്ക്കും വഴന്ന് ബ്രൗൺ കളർ ആവണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഇതരിഞ്ഞ് വെച്ച കോവയ്ക്കിടാം. പിന്നെ തുറന്ന് വെച്ചിട്ട് ചെറുതീയിലിട്ടിട്ട് ഇതിങ്ങനെ വഴറ്റി എടുക്കണം. അവ എടുക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് ചെയ്യണം. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ട് തന്നെ ഇത് നല്ല രസമുണ്ട്. അപ്പം ആ പറഞ്ഞു തന്ന പോലെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയാലും തോന്നുന്നു. ഞാൻ കഞ്ഞി കൂട്ടാനും ഇങ്ങോട്ട് എടുത്ത് തോന്നുന്നു. വെയിലായിട്ടില്ല ഇവിടെ. അത് തെങ്ങിൻ്റെ ഒരു തണലുണ്ട്. ജഗ്ഗു സ്കൂളിൽ പോയി. എങ്ങനെയുണ്ട് കോവയ്ക്ക? എരിവ് വളരെ കുറവാണ്. പക്ഷേ എരിവിൽ ഇതിനൊരു പ്രശ്നമില്ല. ആ ഒരു ലേശം ഇതിട്ടിട്ടുള്ളൂ. നമ്മൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ഇടാം. അത് വയറിന് നല്ല കൂട്ടാനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വേറെ ദൂഷ്യഫലങ്ങളൊന്നുമില്ല. വെളിച്ചെണ്ണത്തിൽ കൂടുതൽ ഒഴിക്കുന്നുള്ള നമ്മൾ പക്ഷെ അത് ഒഴിച്ചിട്ടില്ല. കഞ്ഞൂടിനേക്കാളും കൂടുതൽ ചോറ് മഴയ്ക്ക് കഴിക്കാനാണ് അടിപൊളി. അപ്പം എല്ലാവരും ഇത് വെച്ചോ കേട്ടാ. പലരും വെക്കുണ്ടാവും. അതന്നെ
സാരഥിയാണ് എടുക്കുന്നത്. ആ ഇന്ന് ഈ വന്ന് എൻ്റെ ഒപ്പം ഇരുന്ന് കഞ്ഞി കുടിച്ചാ നല്ല രസമുണ്ടല്ലേ. വീഡിയോ എടുക്കാം. ഞാൻ വെറുതെ നീ കഞ്ഞിയിലിട്ട് പോകുന്നില്ലേ? വാ കഞ്ഞി കുടിച്ച് അവസാനിപ്പിക്കും.